ഉത്തര ആഫ്രിക്കയിൽ നിന്നുള്ള ദൈവശാസ്ത്രജ്ഞനും ക്രൈസ്തവ ചിന്തകനും ബിഷപ്പുമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അംബ്രോസിനും വിശുദ്ധ ജെറോമിനും വിശുദ്ധ ഗ്രിഗോറിയോസിനുമൊപ്പം പാശ്ചാത്യ സഭ മഹാനായി പരിഗണിക്കപ്പെടുന്ന സഭാപിതാക്കന്മാരിൽ ഒരുവൻ. ആദ്യനാളുകളിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഒരു ആൻറ്റി ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റായി കരുതുകയും എന്നാൽ ദൈവകൃപയാൽ ഈ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ഇതിനെ കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ വിശുദ്ധൻ. പുരാതന വിശ്വാസത്തെ പുതുക്കി പണിതവനെന്ന് സമകാലീനായ വിശുദ്ധ ജെറോം വിശേഷിപ്പിക്കുന്ന ഈ ജ്ഞാനിയായ വിശുദ്ധനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായി കാണുവാനായിട്ട് പോകുക. എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശുദ്ധ അഗസ്റ്റിൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മനക്കേയിസവും പ്ലോട്ടോണിസവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ബുദ്ധിമാനായിരുന്ന അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും യുക്തിഭദ്രമായ ഉത്തരം അന്വേഷിക്കുക പതിവായിരുന്നു. ആദ്യ നാളുകളിൽ ക്രൈസ്തവ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ മെല്ലെ മെല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിശുദ്ധൻ്റെ ഹൃദയം തുറക്കുകയായിരുന്നു. തൻ്റെ അമ്മയായ മോനിക്കയുടെ പ്രാർത്ഥനയും മഹാനായ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രബോധനങ്ങളും സാന്നിധ്യവും സഹായവുമൊക്കെ ഇതിന് ആ വിശുദ്ധനെ സഹായിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പോകുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഇദ്ദേഹം സ്വതന്ത്രമായ പല നിലപാടുകളെക്കുറിച്ചും സംസാരിച്ചു. അതിനെ വളരെ വിശദമായി വ്യാഖ്യാനിച്ചു തന്നു. അന്നുവരെയും ക്രൈസ്തവ വിശ്വാസത്തിന് അത്രയൊന്നും പരിചയമില്ലായിരുന്ന വാക്കുകളായിരുന്നു ഉത്ഭവ നീതി, ഉത്ഭവ വിശുദ്ധി ഈ വാക്കുകൾ. എന്നാൽ ഇവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധനാണ് സെയിന്റ് അഗസ്റ്റിൻ. എല്ലാ കാര്യങ്ങൾക്കും ദൈവകൃപ ആവശ്യമാണെന്നും നമ്മുടെ ജീവിതം വിശുദ്ധമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും വിശുദ്ധൻ തൻ്റെ പ്രബോധനത്തിലൂടെയും ജീവിതത്തിലൂടെയും പഠിപ്പിച്ചു. തൻ്റെ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ കർത്താവിൻ്റെ സഭയെ ഈ ലോകത്തിലെ ജഡികത നിറഞ്ഞ പാപം നിറഞ്ഞ ആ സമൂഹത്തിൽ നിന്നും തികച്ചും വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ചരിക്കുന്ന ഒരു സമൂഹമായി സഭയെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ചിന്താധാര ആ കാലത്തെ ദൈവശാസ്ത്ര ചിന്തകളെയും ആ കാലത്തെ തത്വശാസ്ത്ര ചിന്തകളെയും വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനത്തിലൂടെ ആ നാളുകളിലെ ജനങ്ങൾ കർത്താവിൻ്റെ സഭയെ സ്വർഗത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്നെടുക്കുന്ന ഒരു വിശുദ്ധ സമൂഹമായി കാണുവാൻ തുടങ്ങി. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹത്തെ കാണുവാൻ അഗസ്റ്റിൻ്റെ പ്രബോധനങ്ങൾ ആ നാളുകളിൽ ഏറെ സഹായിച്ചു. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശുദ്ധൻ വളരെ വിശദമായി പഠിപ്പിച്ചു. അന്ന് ലോകം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ലോകം സ്വീകരിച്ചിരുന്ന സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും, എന്നാൽ ഒരു മനുഷ്യന് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണെന്നും വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചു. കാരണം വിശുദ്ധൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യമാണെന്ന് കരുതി ജീവിച്ച വഴികളെല്ലാം തെറ്റാണെന്ന് വിശുദ്ധന് പിന്നീട് മനസ്സിലായി. അങ്ങനെ ദൈവകൃപയുടെ ആവശ്യകതയെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പ്രബോധനം അന്നത്തെ ജനങ്ങൾ കൊടുക്കുവാനായി വിശുദ്ധന് കഴിഞ്ഞു. ഉത്തരാഫ്രിക്കയിൽ ഇന്നത്തെ അൾജീരിയയുടെ ഉൾനാടൻ പട്ടണമായ തഗാസ്തയിൽ AD 354 പട്രീഷ്യസിൻ്റെയും മോനിക്കയുടെയും
മകനായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിന്റെ ജനനം. പിതാവ് പട്രീഷ്യസ് ഒരു തികഞ്ഞ അവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദൈവത്തിലും വിശ്വാസമില്ലായിരുന്നു. എന്നാൽ മാതാവ് മോനിക്ക, പിന്നീട് സഭ വിശുദ്ധ മോനിക്കയായി ഉയർത്തിയവൾ ഒരു തികഞ്ഞ ദൈവവിശ്വാസിനിയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ മോനിക്കയുടെ ജീവിതം നമ്മൾ പലരും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ വിശുദ്ധയുടെ നിരന്തരമായ വിശ്വാസത്തോടു കൂടിയ മടുപ്പില്ലാത്ത പ്രാർത്ഥനയാണ് പട്രീഷ്യസിനെയും തുടർന്ന് മകനായ അഗസ്റ്റിനെയും തങ്ങളുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് സഹായിച്ചത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയൊന്നും മെച്ചപ്പെട്ടതായിരുന്നില്ല. തഗാസ്തയിൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ 11-ാമത്തെ വയസ്സിൽ 19 കിലോമീറ്റർ ദൂരെയുള്ള മദേരയിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിനായി പോയി. അവിടെ അദ്ദേഹം 15 വയസ്സുവരെയും പഠിച്ചു. തൻ്റെ കൺഫെഷൻസ് എന്ന പുസ്തകത്തിൽ ആ നാളുകളിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്: ലാറ്റിൻ പഠിക്കാൻ അദ്ദേഹത്തിന് വളരെയേറെ പ്രാവീണ്യമുണ്ടായിരുന്നു. മറ്റ് ഏതൊരു സഹപാഠിയേക്കാളും വളരെ വേഗത്തിൽ അദ്ദേഹം ലാറ്റിൻ പഠിച്ചിരുന്നു. എന്നാൽ ഗ്രീക്ക് ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്യാപകർ ഏറെ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷയിൽ കാര്യമായ നേട്ടം കൊയ്യാനായി സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം പിന്നീട് പറയുന്നത് ഇപ്രകാരമാണ്: പഠനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ശിക്ഷണം ആവശ്യമാണ്, എന്നാൽ അത് അധികമാകരുത്. ആ വിദ്യാർത്ഥിയുടെ കഴിവുകൾ മനസ്സിലാക്കി ആ മേഖലയിലേക്ക് ആ വിദ്യാർത്ഥിയെ തിരിച്ചുവിടുക. അങ്ങനെ അയാൾക്ക് കഴിവുള്ള മേഖലകളിൽ വളരെയേറെ പ്രശോഭിക്കാനായി കഴിയുമെന്ന്. പിന്നീട് ആ നാളുകളിലെ ഏതാനും കുസൃതികളെക്കുറിച്ചും വിശുദ്ധ അഗസ്റ്റിൻ വളരെ വ്യക്തമായി അതിൽ വിവരിക്കുന്നുണ്ട്. ആ നാളുകളിൽ കൂട്ടുകാരുമൊത്ത് വൈകുന്നേരങ്ങളിൽ പുറത്ത് കറങ്ങാൻ പോകുക ഒരു പതിവായിരുന്നു. ഒരു ദിവസം വീടിനടുത്തുള്ള ഒരു പേരക്കമരത്തോട്ടത്തിൽ അവർ കടന്നു കയറുകയും അവിടെ നിന്ന് ധാരാളം ഫലങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു. വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അതിനോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട പഴങ്ങൾ ഇല്ലായിരുന്നിട്ടോ അല്ല, മറിച്ച് ഒരു കൗതുകം മൂലമാണ് അപ്രകാരം ചെയ്തതെന്ന്. ഇതിൽ നിന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് ഒരു കാര്യം പറയുന്നത്: മനുഷ്യൻ്റെ അന്തരംഗം എപ്പോഴും തിന്മയിലേക്ക്, പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അവന് ഉത്ഭവ പാപത്തിലൂടെ നഷ്ടമായ ആ ദൈവകൃപ പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഉത്ഭവ പാപത്തിലൂടെ വ്രണിതമായ പ്രകൃതിയാണ് പലപ്പോഴും അവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്വയമേ നമ്മൾ പ്രകൃത്യ തിന്മയോട് ചായ്വുള്ളവരാണ്, പാപത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, മ്ലേച്ഛതയെ വാരി പുൽകുന്നവരാണ്. നമുക്കിതിൽ നിന്നുള്ള ഏക രക്ഷാമാർഗം അത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കലാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മ പലപ്പോഴും എന്നെയും നിങ്ങളെയും സാത്താൻ്റെ പിടിയിൽ, പാപത്തിൻ്റെ പിടിയിൽ വീഴിക്കുക തന്നെ ചെയ്യും. AD 370 തൻ്റെ ഒരു കുടുംബസഹൃത്തിൻ്റെ സഹായത്തോടു കൂടി മദേരയിലെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തുടർ പഠനത്തിനായി അഗസ്റ്റിൻ ഉത്തരാഫ്രിക്കയിലെ ഒരു പുരാതന പട്ടണമായ കാർത്തേജിലേക്ക് കടന്നുപോയി. ആ നാളുകളിൽ അഗസ്റ്റിൻ്റെ ജീവിതം വഴിതെറ്റിയ ജീവിതമായിരുന്നു. ആ പട്ടണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് വിശുദ്ധയായ മോനിക്ക തൻ്റെ മകനോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കരുത്. 2, നിന്റെ ശരീരത്തെ നീ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മാതാവിന് അതിൽ പരം ഉന്നതമായ മറ്റെന്തു ഉപദേശമാണ് ഒരു മകന് കൊടുക്കാനുള്ളത്? നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ജീവിതങ്ങളിൽ ഇപ്രകാരം സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കാർത്തേജിൽ കടന്നു എന്ന അഗസ്റ്റിൻ പഠനത്തോടൊപ്പം സകലവിധ തോന്നിവാസങ്ങളിലും മുഴുകി. അവിടെ വെച്ച് അദ്ദേഹം
ഒരു സ്ത്രീയുമായി സ്നേഹബന്ധത്തിലാകുകയും തുടർന്നുള്ള 15 വർഷക്കാലം അവളോടൊപ്പം ജീവിക്കുകയും ചെയ്തു. ആ സ്ത്രീയിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞും ജനിച്ചു. അങ്ങനെ തൻ്റെ മാതാവിൻ്റെ ഉപദേശങ്ങളെ ആകപ്പാടെ തൃണവത്കരിച്ചുകൊണ്ട് അഗസ്റ്റിൻ സ്വന്തമായ ഇഷ്ടങ്ങളിലൂടെ ചലിക്കുകയായിരുന്നു. ജഡിക സുഖങ്ങളിൽ അദ്ദേഹം മുഴുകുകയായിരുന്നു. ആ നാളുകളിൽ മറ്റൊരു കാര്യവും അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പിതാവ് പട്രീഷ്യസ് മരിച്ചു. എന്നാൽ മരണക്കിടക്കയിൽ വെച്ച് ആ മനുഷ്യനെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വിശുദ്ധ മോനിക്കയുടെ പ്രാർത്ഥന കഴിഞ്ഞു. നിരന്തരമായ പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, സ്നേഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന, അത് ആ വിശുദ്ധയായ ഭാര്യയെ തൻ്റെ ഭർത്താവിനെ ക്രിസ്തുവിനായി നേടുന്നതിന് സഹായിക്കുക തന്നെ ചെയ്തു. ആ കാലത്താണ് അഗസ്റ്റിൻ റോമൻ ചിന്തകനായിരുന്ന സിസേറയുടെ ഹോർട്ടൻഷിയസ് എന്ന കൃതി വായിക്കുവാൻ ഇടയായത്. അങ്ങനെ അദ്ദേഹം തത്വചിന്തയിൽ വളരെയേറെ ആകൃഷ്ടനായി തീർന്നു. റോമൻ സാഹിത്യങ്ങൾ വായിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ബൈബിളും വായിക്കുവാനായി പരിശ്രമിച്ചു. എന്നാൽ പഴയ നിയമത്തിലൂടെ കടന്നുപോയപ്പോൾ അത് വളരെ പരുക്കനും പഴഞ്ചനുമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സറയും സിസറയുടെ തത്വചിന്തകളായിരുന്നു. തത്വചിന്തയിൽ ആകൃഷ്ടനായ അഗസ്റ്റിൻ തിന്മയുടെ ഉത്ഭവത്തെക്കുറിച്ച് തൻ്റെ ചിന്താധാര തിരിച്ചുവിട്ടു. അങ്ങനെ അദ്ദേഹം ദൈത്യവാദമുള്ള മനക്കേയ മതവുമായി അടുത്തു. കാർത്തേജിൽ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അഗസ്റ്റിൻ തുടർന്ന് തൻ്റെ പട്ടണമായ തഗാസ്തയിൽ വ്യാകരണവും തുടർന്ന് കാർത്തേജിൽ പ്രസംഗകലയും പഠിപ്പിക്കാൻ ആരംഭിച്ചു. അക്കാലത്തും അദ്ദേഹത്തിന് മനക്കേയ മതവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ മതത്തിൻ്റെ വിശ്വാസസംഹിതയിൽ പല കാര്യങ്ങളെക്കുറിച്ചും അഗസ്റ്റിന് സംശയമുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി മനക്കേയ മതത്തിൻ്റെ നേതാവും മഹാജ്ഞാനിയുമായ ഫാസ്റ്റസ് അദ്ദേഹം കാണുമ്പോൾ ഇതിനെല്ലാം ഉത്തരം തരുമെന്നായിരുന്നു. അങ്ങനെ വളരെ നാളുകളെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് ഫാസ്റ്റസുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ലഭിച്ചു. എന്നാൽ ആ കൂടിക്കാഴ്ചയിൽ അഗസ്റ്റിൻ വളരെയേറെ നിരാശിതനായി മാറുകയാണ് ചെയ്തത്. കാരണം ആ കൂടിക്കാഴ്ചയിൽ നിന്ന് അഗസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി. ഈ മഹാജ്ഞാനി എന്ന് അവരെല്ലാവരും പറഞ്ഞ ഫാസ്റ്റസ് ഒരു മൂന്നാംകിട താർക്കികൻ മാത്രമാണെന്ന്. അദ്ദേഹത്തിൻ്റെ ന്യായമായ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം കൊടുക്കുവാൻ ഫാസ്റ്റസിന് സാധിച്ചില്ല. ഈ ഒരു സംഭാഷണത്തിന് ശേഷം മനക്കേയ മതത്തിലുള്ള വിശ്വാസത്തിൽ അഗസ്റ്റിന് ഇളക്കമുണ്ടായെങ്കിലും ആ മതവുമായുള്ള വിശ്വാസം അദ്ദേഹം പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല. നീണ്ട 9 വർഷക്കാലം അദ്ദേഹത്തിന് ആ മതവുമായി ബന്ധമുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, റോമൻ സാഹിത്യത്തിലൂടെയും തത്വചിന്തയിലൂടെയും മനക്കേയ മതത്തിലൂടെയും ഒക്കെ കടന്നുപോയ അഗസ്റ്റിന് ബൈബിൾ വായിക്കാനുള്ള അവസരവും കിട്ടി. എന്നാൽ അത് മനസ്സിലാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ജ്ഞാനത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടില്ല. നമ്മുടെ മാനുഷികമായ അറിവുകളും നമ്മുടെ മാനുഷികമായ എല്ലാ കഴിവുകളും പലപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമൊക്കെ തിരിച്ചറിയുന്നതിന് നമ്മെ അധികം സഹായിക്കുകയില്ല. മറിച്ച് അതിനാവശ്യം എളിമയുള്ള വിശുദ്ധിയുള്ള ഹൃദയവും ശരീരവുമാണ്. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനും നമ്മുടെ മനസ്സുകളെ എളിമപ്പെടുത്താനുമാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അധ്യാപകൻ എന്ന നിലയിൽ കാർത്തേജിലെ അഗസ്റ്റിൻ്റെ പ്രവർത്തനം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. കാരണം വിദ്യാർത്ഥികളെല്ലാം പഠിക്കുന്നതിൽ ഉഴപ്പന്മാരായിരുന്നു. അങ്ങനെ തൻ്റെ ജോലിയിൽ സംതൃപ്തി ലഭിക്കാത്ത അഗസ്റ്റിൻ അവിടെ നിന്ന് ഇറ്റലിയിലേക്ക് പോകുവാനായി തീരുമാനിച്ചു. എന്നാൽ ആ യാത്രയെ തടയുവാനോ അല്ലെങ്കിൽ കൂടെ പോകുവാനോ ആയി പരിശ്രമിച്ച മോനിക്കയെ കബളിപ്പിച്ചുകൊണ്ടാണ് അഗസ്റ്റിൻ തൻ്റെ യാത്ര തുടങ്ങിയത്. ഇറ്റലിയിലെ പ്രസംഗകല പഠിപ്പിക്കുന്ന ആ പ്രവൃത്തിയിലും അഗസ്റ്റിന് അത്രയൊന്നും വിജയിക്കുവാനായി സാധിച്ചില്ല. കാരണം ലഭിച്ച വിദ്യാർത്ഥികളെല്ലാവരും അവസാന നാളുകളാകുമ്പോഴേക്കും ഗുരുവിന് ഫീസ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മടിയന്മാരായിരുന്നു. അവർ പലരും അഗസ്റ്റിനെ പറ്റിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുകയാണ് അഗസ്റ്റിന് മിലാനിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായി ഉദ്യോഗക്കയറ്റം ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിന് കാരണമായി. അവിടെ വച്ചാണ് അദ്ദേഹം ജ്ഞാനിയായ അവിടുത്തെ ബിഷപ്പായിരുന്ന വിശുദ്ധ അംബ്രോസിനെ പരിചയപ്പെടുന്നത്. ഒരു ദിവസം വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗവും
അതേപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ആകൃഷ്ടനായ അഗസ്റ്റിൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവായി മാറുകയായി. ജ്ഞാനിയായ വിശുദ്ധ അംബ്രോസ് ക്രൈസ്തവ വിശ്വാസ രഹസ്യങ്ങളെ ബൗദ്ധികമായ പരിവേഷം നൽകി അവതരിപ്പിച്ചപ്പോൾ അത് വളരെ ആകർഷകമായി തോന്നി വിശുദ്ധ അഗസ്റ്റിന്. കാരണം അന്നുവരെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസം ക്രൈസ്തവ മതം ഒരു ആൻറ്റി ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് എന്നായിരുന്നു. എന്നാൽ അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധനായ അംബ്രോസിൻ്റെ പ്രബോധനങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആഗ്രഹിച്ചു. ആ നാളുകളിലാണ് വിശുദ്ധയായ മോനിക്ക മകൻ്റെ അടുക്കൽ എത്തിയത്. വിശുദ്ധയായ തൻ്റെ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധ അംബ്രോസിൻ്റെ പ്രഭാഷണങ്ങളും വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ അദ്ദേഹം മെല്ലെ മെല്ലെ തൻ്റെ ഹൃദയം ക്രൈസ്തവ വിശ്വാസത്തിനായി തുറക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ മുറിയിലായിരുന്നപ്പോൾ ജനലിലൂടെ പുറത്തുനിന്നൊരു സ്വരം കേട്ടു, എടുത്തു വായിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹം മുറിയിൽ കണ്ട ബൈബിൾ എടുത്തു വായിച്ചു. അതിൽ റോമാലേഖനം 13-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വേശ്യാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനം ആ വിശുദ്ധാത്മാവിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. തൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇടയാക്കി. അദ്ദേഹം കർത്താവിലേക്ക് തിരികെ നടക്കുവാനായി തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അത് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും ഒരു വ്യക്തി കർത്താവിൻ്റെ വചനത്തിനായി തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. സെയിൻറ്റ് അഗസ്റ്റിനെ സ്പർശിച്ച വചനം ഇന്നും അനവധി വ്യക്തികളെ സ്പർശിക്കുന്നുണ്ട്. നമ്മുടെയും ജീവിതങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, രോഗങ്ങളിൽ, ബലഹീനതകളിൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ വചനത്തെ ആശ്രയിക്കാം. വചനം നമുക്ക് നവജീവൻ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ഏറെ സ്വാധീനിച്ച വിശുദ്ധ അംബ്രോസിൽ നിന്ന് മകനോടും സുഹൃത്തിനോടുമൊപ്പം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് പാപത്തിൻ്റെ വഴികളിലൂടെ നടന്നിരുന്ന അഗസ്റ്റിൻ ഒരു ക്രിസ്തു വിശ്വാസിയായി മാറുകയായിരുന്നു. ഏറെ നാളത്തെ ഇറ്റലിയിലെ വാസത്തിന് ശേഷം അഗസ്റ്റിൻ അമ്മയോടൊപ്പം തിരികെ നാട്ടിലേക്ക് പോകുവാനായി തീരുമാനമെടുത്തു. അങ്ങനെ അവർ മടക്കയാത്രയിൽ ഇറ്റലിയിലെ ഓസ്തിയ എന്ന സ്ഥലത്തായിരിക്കുമ്പോൾ മോനിക്ക രോഗബാധിതയായി മാറുകയായിരുന്നു. ആ രോഗാവസ്ഥയിൽ അവർ ഇരുവരും ഒരു ദിവസം ഉദ്യാനത്തിൽ സമയം ചെലവഴിക്കെ ഇരുവർക്കും ഒരു സ്വർഗീയ അനുഭൂതി ലഭിക്കുകയുണ്ടായി. ഒരു സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം കർത്താവ് കനിഞ്ഞ് നൽകുകയായിരുന്നു. അതങ്ങനെ എത്ര നേരം അവരെ തഴുകി കടന്നുപോയി എന്നവർക്കറിയില്ല. എന്നാൽ അവർ ഒരു പ്രത്യേക ആത്മീയ നിർവൃതിയിലായിരുന്നു. ആ അനുഭവത്തിന് ശേഷം വിശുദ്ധിയായ മോനിക്ക മകനോട് ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ മകനെ, ഇതിനുശേഷം എനിക്കിനി ഈ ലോകത്തിലെ ഏത് കാര്യത്തോടാണ് മമത ഉണ്ടാകുക? എനിക്ക് അവയിലൊന്നും താല്പര്യമില്ല. എനിക്കിനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് എത്തുക എന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്പർശനം, സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം, സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്, അത് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ വിശുദ്ധിയിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളുടെ അർത്ഥം. ഇതോടൊപ്പം വിശുദ്ധിയായ മോനിക്ക തൻ്റെ മകനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, തനിക്ക് വേണ്ടി നീ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. ആഫ്രിക്കയിൽ തിരികെ എത്തിയ അഗസ്റ്റിൻ തൻ്റെ ജന്മനാടായ
തഗാസ്തയിൽ താമസം ആരംഭിച്ചു. ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും പ്രാർത്ഥനയിലും മാത്രം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച് അങ്ങനെ ഒരു സന്യാസ ജീവിതം നയിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. ആദ്യ നാളുകളിൽ അദ്ദേഹത്തോടൊപ്പം ഏതാനും ചെറുപ്പക്കാർ കൂടി. അങ്ങനെ പാശ്ചാത്യ ക്രൈസ്തവ വിശ്വാസത്തിലെ ആദ്യത്തെ സന്യാസ ഭവനത്തിന് അവിടെ രൂപം കൊള്ളുകയായിരുന്നു. അഗസ്റ്റീനിയൻ സഭയുടെ ഒരു ആരംഭമായിരുന്നു അത്. 2 വർഷത്തിനു ശേഷം തഗാസ്തേ നഗരത്തിൻ്റെ അടുത്തുള്ള തുറമുഖ നഗരമായ ഹിപ്പോയിലെ മെത്രാൻ അദ്ദേഹത്തിന് ഒരു സഹായിയെ ആവശ്യമായി വന്നപ്പോൾ അഗസ്റ്റിനെ പുരോഹിതനായി ഉയർത്തി. അങ്ങനെ വളരെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ വിളി ആ മനുഷ്യനെ തേടി വരികയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വളരെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അഗസ്റ്റ്യൻ എന്ന മനുഷ്യൻ ആദ്യനാളുകളിൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പാപത്തിൻ്റെ വഴിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര മുഴുവനും. പല പാപ ചെളിക്കുഴികളിലും അദ്ദേഹം വീണു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനെ കൈവിട്ടില്ല. കർത്താവിൻ്റെ കരുണ ആ മനുഷ്യനെ തേടിച്ചെന്നു. ആ ചെളിക്കുഴിയിൽ നിന്നും അദ്ദേഹത്തെ പിടിച്ചുയർത്തി. ഒരു സാധാരണ വിശ്വാസിയായിട്ടല്ല, മറിച്ച് തൻ്റെ ഒരു പുരോഹിതനായി ആ വിശുദ്ധനെ ഉയർത്തുകയായിരുന്നു. AD 396 ഹിപ്പോയിലെ മെത്രാൻ വൃദ്ധനായി തീർന്നപ്പോൾ അദ്ദേഹം തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനായി ആഗ്രഹിച്ചു. പൊതുജനത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ജനം ഒന്നടങ്കം ഏകകണ്ഠമായി അഗസ്റ്റിൻ്റെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ അഗസ്റ്റിന് ഇതിനെക്കുറിച്ച് കാര്യമായ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനത്തിൻ്റെ ആഗ്രഹം മുഴുവനും ഈ പുരോഹിതൻ മെത്രാനാകണം എന്നായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ അഗസ്റ്റിൻ മെത്രാനായി ഉയർത്തപ്പെട്ടു. അദ്ദേഹം ആദ്യ നാളുകളിൽ തൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ടവരുടെ സഹായത്തോടു കൂടിയാണ് ആ രൂപതയെ നയിച്ചുകൊണ്ടു പോയത്. ആ നാളുകളിലും അദ്ദേഹം ഒരു സന്യാസായി തന്നെയാണ് ജീവിച്ചത്. കർത്താവിൻ്റെ ഒരു അപ്പസ്തോലനാകുക എന്നാൽ കർത്താവിനോട് കൂടെ ആയിരിക്കുകയും കർത്താവിനെ കൂടുതൽ അറിയുകയും കൂടുതൽ സ്നേഹിക്കുകയും എന്നാണ് അർത്ഥം. തികച്ചും പാപകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തി അഗസ്റ്റ്യൻ, ആ വ്യക്തിയെ കർത്താവ് തൻ്റെ അപ്പസ്തോല സ്ഥാനീയനായി മാറ്റുകയായിരുന്നു. കർത്താവ് കാണുന്ന കാഴ്ച, കർത്താവ് ഒരു വ്യക്തിയെ നോക്കുന്ന നോട്ടം, എൻ്റെ പ്രിയമുള്ളവരെ, അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ചുങ്കക്കാരനായ മത്തായിയിൽ തൻ്റെ അപ്പസ്തോലനെ കണ്ട കർത്താവ് പാപിയായി മ്ലേച്ഛപാപങ്ങളിൽ മുഴുകിയ അഗസ്റ്റനിൽ തൻ്റെ ഒരു അപ്പസ്തോല സ്ഥാനീയനെ കണ്ടെത്തുകയായിരുന്നു. മഹാജ്ഞാനിയായിരുന്ന വിശുദ്ധ അഗസ്റ്റ്യൻ അനവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏറ്റുപറച്ചിൽ അഥവാ കൺഫഷൻസ്. വളരെയേറെ അന്വേഷണത്തിന് ശേഷം കർത്താവിനെ കണ്ടെത്തിയ വിശുദ്ധ അഗസ്റ്റ്യൻ തൻ്റെ പഴയകാല അധമ ജീവിതത്തെ കർത്താവിനോട് തുറന്ന് ഏറ്റുപറയുന്നതാണ് ഈ പുസ്തകത്തിലെ പ്രധാന പരാമർശം. ഈ പുസ്തകത്തിൽ ആദ്യ അവസാനം വരെ ദൈവത്തെ അഭിസംബോധന ചെയ്തുള്ള ഏറ്റുപറച്ചിൽ 1,00,000 വാക്കുകളുള്ള മനസ്താപ്രകരണമെന്നും ആളുകൾ വിളിക്കാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വളരെയേറെ കാര്യങ്ങളെക്കുറിച്ചും ആഴമായ ദൈവശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശുദ്ധൻ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുസ്തകം ഒരു കണ്ടുമുട്ടലാണ്, കർത്താവിനെ കണ്ടുമുട്ടൽ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് അനവധി വ്യക്തികളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിന്നും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളും ഇന്നും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്പർശനവും പ്രവർത്തനവും ദൈവ സാന്നിധ്യവും അനുഭവിക്കാനായി സാധിക്കും. നമ്മൾ ക്രൈസ്തവ ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ മഹാനായ പൗലോസിന് ശേഷം വിശുദ്ധ അഗസ്റ്റ്യൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടത് ഒക്കെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. AD 430 അഗസ്റ്റ്യൻ തീർത്തും രോഗിയായി മാറി. ശരീരത്തിൽ അൾസറിൻ്റെ കുരുക്കൾ വീർത്ത് വളരെയേറെ വേദനാവസ്ഥയിലൂടെ കടന്നുപോയി. ആ നാളുകളിൽ സുഖമാണോ എന്ന് തന്നോട് ചോദിച്ച
ഒരു വ്യക്തിയോട് ഇപ്രകാരമാണ് വിശുദ്ധ അഗസ്റ്റിൻ മറുപടി പറഞ്ഞത്: എൻ്റെ ആത്മാവിന് സുഖമാണ്, എന്നാൽ ശരീരത്തിൽ കുരുക്കൾ നിമിത്തം ഞാൻ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇതെല്ലാം ദൈവഹിതമാണെന്നിരിക്കെ ഞാൻ സുഖമാണ് എന്നല്ലാതെ മറ്റെന്താണ് മറുപടി പറയുക? എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ പാപകരമായ ജീവിതത്തിൻ്റെ മധ്യേ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി കർത്താവിനെ സ്നേഹിച്ച, കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ച, കർത്താവിൻ്റെ സഭയ്ക്ക് ധാരാളം കൃതികൾ സമ്മാനിച്ച, നൂതനമായ പല ദൈവശാസ്ത്ര രഹസ്യങ്ങളും വളരെ ലളിതമായി കർത്താവിൻ്റെ സഭയെ പഠിപ്പിച്ച ആ ജ്ഞാനിയായ വിശുദ്ധൻ AD 430 ഓഗസ്റ്റ് 30 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. നമ്മൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ കരുണയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ കരുണ എത്ര കഠോരമായ പാപാവസ്ഥയിലും നമ്മെ തേടി വരുന്നുണ്ട്. നമ്മൾ അവിടുത്തെ വിളിക്ക് ഉത്തരം നൽകിയാൽ നമ്മെ പുണരുവാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മളെ വലിയ ദൈവകാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കർത്താവ് തയ്യാറാണ്. നമുക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.